ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് സ്വാഗതം. മനസ്സിന് പോഷണം നൽകുവാൻ തിരുവചനമുള്ളതുപോലെ ശരീരത്തിനും ആരോഗ്യകരമായ പോഷണം ആവശ്യമാണ്. ഇന്നത്തെ യൂത്ത് ഗൈഡിലെ ചർച്ചാ വിഷയം യുവജനങ്ങളുടെ ഭക്ഷണശീലം എന്നതാണ്. നമ്മോട് സംസാരിക്കാനായി ശ്രീമതി ഗ്രേസ് ലാൽ നമ്മോടൊപ്പമുണ്ട്. മാഡം, സ്വാഗതം. യുവജനങ്ങളുടെ മാറി വരുന്ന ഭക്ഷണശീലത്തെക്കുറിച്ച് എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? യുവജനങ്ങളിൽ പഴയതുപോലെയുള്ള ഭക്ഷണശീലങ്ങളല്ല, അവരുടെ ഭക്ഷണശീലങ്ങൾ മാറാൻ പല കാരണങ്ങളുണ്ട്. മാധ്യമ സംസ്കാരം, ഇപ്പോൾ പരസ്യങ്ങളിൽ വരുന്ന ഭക്ഷണങ്ങളോടുള്ള ഒരു ഇഷ്ടങ്ങൾ, പിന്നെ ഹോട്ടല്, ബേക്കറികൾ പഴയതുപോലെ അല്ലല്ലോ. നമ്മുടെ സംസ്കാരം മാറിപ്പോയി. പണ്ട് നമുക്ക് ഫുഡ് വേറെ ഒരു സ്ഥലത്തൊന്നും കിട്ടുന്നില്ല, വീടുകളിൽ ഉണ്ടാക്കുന്നത് മാത്രമല്ലേ കിട്ടിയിരുന്നത്. അതുപോലെയല്ല ഇന്ന്. നമ്മൾ യാത്ര ചെയ്യുന്നു വളരെയേറെ, അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളെക്കാളേറെ പുതിയ ഭക്ഷണങ്ങളെ അറിയാം, ടേസ്റ്റ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആ ഒരു സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചെറുപ്പം മുതലേ കുട്ടികളിൽ വരുന്ന ഒരു വ്യത്യാസമായത് പ്രഗ്നൻസി മുതൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രഗ്നൻസിയിൽ ഒരമ്മ കഴിക്കുന്ന ആഹാരം അല്ലെ അമ്മയുടെ താല്പര്യങ്ങളൊക്കെ തന്നെയാണ് കുറേ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കും കിട്ടുന്നത്. ഇന്ന് എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ യുവജനങ്ങൾക്ക് ഒത്തിരിയേറെ രോഗങ്ങളുണ്ട്. ഒരു 30 വയസ്സ് കഴിയുമ്പോഴേ അവർക്ക് കൊളസ്ട്രോളായി, പ്രഷറായി, ഡയബറ്റിക്കായി, ഹാർട്ട് അറ്റാക്കായി, അവർക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പണ്ട് നമ്മളൊരു 60 70 വയസ്സ് കഴിഞ്ഞ് മനുഷ്യരിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ പലതും ഇന്ന് 25 മുതൽ 30 ഇടയിൽ പിള്ളേരിൽ കാണുകയാണ്. പെട്ടെന്ന് അറ്റാക്കൊക്കെ വന്ന് മരിക്കുന്ന പിള്ളേർ, ചെറുപ്പക്കാരെ നമ്മൾ കാണുകയാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ അമ്മ കഴിച്ചിരുന്ന ആഹാരത്തിന് പോലും കുട്ടികളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താമെന്നാണ് പുതിയൊരു പഠനം. ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന കാലഘട്ടത്തിൽ കഴിക്കുന്ന ഭക്ഷണം അത് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. വിദേശത്ത് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ ഇന്ന് നമുക്കിവിടെ കിട്ടും. അപ്പം ഇങ്ങനെ കഴിക്കുന്ന ആഹാരങ്ങളിൽ ടേസ്റ്റ് മേക്കേഴ്സ് ഉണ്ട്, കളറുണ്ട്, ഹോർമോണുണ്ട്, പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ, കെമിക്കലുകൾ ധാരാളം ഭക്ഷണത്തിൽ കലർന്ന് ഗർഭിണികൾ കഴിച്ചാൽ കുഞ്ഞിൻ്റെ ആ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ശാരീരികമായി വളർച്ച നടക്കുന്ന ഏജിലാണെങ്കിൽ അത് കൊച്ചിന് ഭാവിയിൽ രോഗാവസ്ഥയിലേക്ക് കൊച്ചിനെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഗർഭകാലം തൊട്ടാണ് ഒരു കൊച്ചിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ശ്രദ്ധിക്കേണ്ടത്. അമ്മയുടെ മനസ്സിൻ്റെ ചിന്തകൾ, വ്യാപാരങ്ങൾ, മനോവ്യാപാരങ്ങൾ, ഇഷ്ടങ്ങൾ, ടേസ്റ്റ് ഒക്കെ കൊച്ചിനെ ബാധിക്കാം. അപ്പം അങ്ങനെ ആ ഒരു സമയം തൊട്ട് കൊച്ചിൻ്റെ ഫുഡ് ഹാബിറ്റ്സിൽ ശ്രദ്ധിക്കുക. പിന്നെ പണ്ട് നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടാകുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഏത്തക്കാ കുറുക്ക് അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് ഇങ്ങനെയൊക്കെ അമ്മമാർ കുറുക്കി കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇതെല്ലാം ടിന്നിൽ കിട്ടുക, ഏജ് അനുസരിച്ച് കിട്ടും. അപ്പോൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി ശല്യമല്ലേ, വലിയ ബുദ്ധിമുട്ടുകളല്ലേ. അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് കലക്കി വെച്ച് കൊടുക്കുക. അപ്പം അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ഇത് പൂത്തു പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഇത് വളരെ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന പലതും കൊച്ചിന് വിനയായിട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കൊച്ചിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് കൊച്ചു തന്നെ ചിക്കൻ ഇല്ലാതെ കഴിക്കത്തില്ല, കൊച്ചാ തീരുമാനിക്കുന്നത്. അതിന് കൊടുക്കുന്ന ആഹാരങ്ങൾ ചിക്കൻ്റെ കാലൊക്കെ കൈ പിടിപ്പിച്ചാൽ മതി, അത് തന്നെ തിന്നോളൂ. അല്ലെങ്കിൽ പാല്, പണ്ട് അമ്മയുടെ പാല് പോലും ഇന്ന് അധികം പിള്ളേർക്ക് കിട്ടുന്നില്ല. പാലും കുട്ടികൾ കുടിക്കുന്നത് കുറവാ, താല്പര്യമില്ല. അല്ല, പശുവും പാല് ആ ഒരു ഇത് കൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത്. മുലപ്പാൽ കുടിച്ചു വളരുന്ന ഒരു സമയം, അമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്ന ഒരു വലിയ ആഹാരമായിരുന്നു. പണ്ട് പിള്ളേരൊന്നും കഴിച്ചിട്ടൊന്നും അല്ല വളർന്നത്. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുക, അത് നാച്ചുറൽ ഫുഡാണ്. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് നേരമില്ല കൊടുക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പറ്റുന്നില്ല. 2.5 വയസ്സ് മുതൽ പിള്ളേരെ പ്ലേ സ്കൂളിലൊക്കെ ആക്കുക. അപ്പോൾ പിന്നെ മുലപ്പാലൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുട്ടികളിൽ മുലപ്പാൽ രോഗപ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിച്ചിരുന്ന ഒരു കാലമാണ്. ഇപ്പം അതില്ല. അപ്പോൾ ഇതധികം കഴിക്കുന്നില്ല. ഇന്നത്തെ പിള്ളേരിലെ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് ചെറുപ്പത്തിൽ സന്തോഷത്തോടെ മുലപ്പാൽ കുടിക്കാൻ അവസരം കിട്ടാത്ത കുട്ടികൾ യൗവനത്തിലെത്തുമ്പോൾ അവർ ലൈംഗിക വൈകൃതങ്ങൾ വരാം. മദ്യപാന ശീലത്തിന് പോലും അത് കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്.
അപ്പോൾ ആ ഫുഡ് ഹാബിറ്റ്സിൽ ചെറുപ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കണം. പ്രായമായി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ പോരാ. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോകുന്ന സമയം ഒരമ്മ ഒരു കൊച്ചിനോട് ചോദിച്ചിട്ട് കൊച്ചാ തീരുമാനിക്കുന്ന ഏത് ഫുഡാണ് വേണ്ടത്. അമ്മ രാവിലെ എഴുന്നേറ്റ് ഓരോരുത്തരോടും ചോദിക്കുക, മോൻ ഇന്ന് എന്താടാ വേണ്ടേ? അവന് ചപ്പാത്തി, മോക്കോടി, എനിക്ക് ഇന്നത്, പപ്പയ്ക്കോ. അപ്പം ഒരു വീട്ടിൽ നമ്മൾ കാണുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള ഫുഡ് ഉണ്ടാക്കുക. ആ ഫുഡ് അവർ കഴിക്കുന്നത്. ഒരാൾക്ക് ഇഷ്ടമുള്ളതല്ല വേറൊരാൾക്ക്. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം പലതരം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെ കൊച്ചു കഴിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഈ അമ്മമാര് പറയുന്ന അല്ലെ അവൻ കഴിക്കാതെ പോകും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം, എല്ലാവർക്കും ഉള്ള ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കും. തീർച്ചയായിട്ടും ഒരു കാലം ചോറ് വയ്ക്കുക, അത് രാവിലെ ചൂടോടെ തരും, ഉച്ചയ്ക്ക് കഴിക്കണം, വൈകിട്ട് കഴിക്കണം. അത് കഞ്ഞിയും പയറും പപ്പടവും അതൊക്കെ വളരെ സമീകൃതമായ ആഹാരമായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ പിള്ളേർക്കത് ചിന്തിക്കാൻ പോലും മേല. ഇനി അതാ കൊടുത്തെങ്കിൽ പോലും പിള്ളേർ പറയത്തില്ല, ചപ്പാത്തിയും ചിക്കനും കഴിച്ചെന്നേ പറയത്തുള്ളൂ. കഞ്ഞിയും പയറും കഴിച്ചാലും ആ എന്തോ ഒരു നാണക്കേട് പോലെ കഞ്ഞിയും പയറും കഴിച്ചു എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ടിഫിനൊക്കെ കൊടുത്തു വിടുമ്പോഴും അമ്മമാർ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനം. ഇതിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു കത്തുണ്ട് നമുക്ക്, സ്കൂളിലെ കുട്ടികൾ കൊണ്ടുപോകുന്ന ടിഫിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. എൻ്റെ മകൻ സ്കൂളിൽ ടിഫിൻ കൊണ്ടുപോകുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറികളും ഒട്ടും താല്പര്യമില്ല, കൊണ്ടുപോകാൻ മെനക്കെടാറേയില്ല. നോൺ വെജ് ഐറ്റംസ് മാത്രമാണ് താല്പര്യം. അവന് ഭക്ഷണത്തോട് താല്പര്യമുണ്ടാകാൻ എന്ത് ചെയ്യും? ഇത് അമ്മ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നിർബന്ധമായും കൊച്ചി ഇത് കഴിച്ചേ പറ്റൂ. കൊച്ചിനറിയത്തില്ലല്ലോ പരിപ്പ് കഴിച്ചാൽ ഇതാ കിട്ടുന്ന, അല്ലെ പയറ് കഴിക്കണം, അല്ലെ അവിയൽ കഴിക്കണം. കൊച്ചിനറിയത്തില്ല. അപ്പം അമ്മ ചെയ്യേണ്ട ഭാഗം എന്ന് വെച്ചാൽ നിർബന്ധമായും കൊച്ചിനെ കഴിപ്പിക്കുക. കുറച്ച് ദിവസം കഴിക്കാതെ വരട്ടെ, വിശക്കുമ്പോൾ കഴിച്ചോളൂ. അമ്മയ്ക്കൊരു 6 ചപ്പാത്തി അല്ലെങ്കിൽ 3 ചപ്പാത്തിയാണ് കൊടുത്തു വിടും. നിങ്ങൾ ഒരെണ്ണത്തിനകത്ത് തോരനും, ഒരെണ്ണത്തിനകത്ത് മെഴുക്കുവരട്ടി, ഒരെണ്ണത്തിനകത്ത് സാലഡും കൊടുത്തു വിടാം, വേണമെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ. പക്ഷെ അങ്ങനെ വേണം നിർബന്ധമൊന്നും ഇല്ല. അപ്പം ആ അമ്മ ശീലിപ്പിച്ചതാ. കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശീലിപ്പിക്കണം നമ്മൾ പിള്ളേരെ എല്ലാം കഴിക്കാൻ ശീലിപ്പിക്കണം. നമുക്ക് ഈ നോയമ്പും ഒക്കെ തന്നിരിക്കുന്നത് എന്തിനാ? നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ആഗ്രഹങ്ങളെ സപ്രസ് ചെയ്യാൻ പഠിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വയറൊക്കെ ഒന്ന് ശുദ്ധീകരിക്കാൻ, കുറച്ച് ദിവസം നമ്മൾ ഇതൊന്നും വേണ്ടാന്ന് വെക്കാൻ. അപ്പോൾ കുട്ടികളെ ചെറുപ്പം മുതലേ വീട്ടിൽ ശീലിപ്പിക്കുന്നില്ല. പിള്ളേർക്ക് ഇറച്ചി മീൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അമ്മയപ്പനെ നോയമ്പാന്ന് പറയും. അപ്പോൾ പിള്ളേർക്ക് ഇറച്ചി മീൻ എപ്പോഴും കിട്ടും. അപ്പോൾ അവർ ഇറച്ചി ഇല്ലാതെ കഴിക്കത്തില്ല, മീൻ ഇല്ലാതെ കഴിക്കത്തില്ല എന്ന് പറയുന്ന ആരുടെ കുഴപ്പമാണ്? അത് അമ്മയുടെ കുഴപ്പമാണ്. അപ്പോൾ അമ്മ ശീലിപ്പിക്കുക, കുറച്ച് ദിവസം കഴിക്കണ്ടാവും, കഴിക്കാൻ. അധ്യാപകർക്കും കുറച്ച് ശ്രദ്ധിക്കാം. LKG മുതൽ പാരന്റ്സ് കൊടുത്തു വിടുന്ന ടിഫിൻ എന്താണ്, കഴിക്കുന്നുണ്ടോ, അത് കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ ഡ്രൈ ഐറ്റംസ് മാത്രമാണോ എന്നൊക്കെ നോക്കി അതും പാരന്റ്സിനെ ബോധ്യപ്പെടുത്താം. ഇപ്പം മിക്കവാറും സ്കൂളുകളിലൊക്കെ ആയമാരൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നാലേ അവർക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പം വീട്ടിലാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ആഹാരത്തിന് ഒരു ടൈം, കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പിള്ളേർക്ക് പൈസ കൊടുത്തു വിടുക പേരൻസ്. മിക്കവാറും സ്കൂളുകളിൽ, നല്ല സ്കൂളുകളിലൊക്കെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അപ്പോൾ പൈസ കൊടുത്ത്, അത് 1000-ന്റെ നോട്ടോ 500-ന്റെ നോട്ടോ ഒക്കെയാണ് കൊടുത്തു വിടുന്നത്. അപ്പം അതിനകത്ത് ഈ കൊച്ച് എന്നാ വാങ്ങിച്ച് കഴിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അപ്പം അവന് ഇഷ്ടമുള്ളത് അവൻ വാങ്ങിച്ച് കഴിച്ചോട്ടെ. അപ്പം അവൻ കഴിച്ചു. അമ്മയ്ക്ക് ആശ്വാസം, വീട്ടിൽ രാവിലെ എഴുന്നേക്കണ്ട, നേരത്തെ എഴുന്നേക്കണ്ട. അതൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. പണ്ടൊക്കെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി പൊതിയെല്ലാം ഇലക്കകത്തൊക്കെ കെട്ടി, അങ്ങനെ അത് അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു മനുഷ്യന്. അപ്പം പിള്ളേർക്ക് ഇഷ്ടം എന്നല്ല, പിള്ളേർ ആ ടേസ്റ്റ് പഠിക്കുന്നത് ചെറുപ്പം മുതലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പം കൊടുത്ത് ശീലിപ്പിക്കുക എന്നാണ്. ഇപ്പം പണ്ട് നമുക്കിപ്പോൾ ഇറച്ചി, മീൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ വിശേഷ അവസരങ്ങളിൽ ഉണ്ടാക്കിയിരുന്നതാണ്. ഒരു പെരുന്നാൾ വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ മാത്രം നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ വല്ലപ്പോഴും നമുക്കിത് കിട്ടിക്കൊണ്ടിരുന്നു. അന്ന് നമ്മുടെ അമ്മ വീട്ടിൽ വളർത്തുന്ന കോഴിയെ ഓടിച്ചിട്ട് അതാ നമുക്ക് തന്നിരുന്നത്. അതിനകത്തൊന്നുമില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഈ ബ്രോയിലർ ചിക്കൻ ഇരിക്കുന്ന പോലെ തന്നെ നമ്മുടെ പിള്ളേരും ഇരിക്കുന്നത്. ഒന്നിനും കൊള്ളുകയില്ല. ഇതെല്ലാം കൂടെ തിന്ന് യാതൊരു ആരോഗ്യമില്ലാത്ത പിള്ളേർ, അനങ്ങാൻ മേല, ഓടാൻ മേല. വൈകുന്നേരം വന്നു കഴിയുമ്പോഴാണെങ്കിലും ഒരു പാക്കറ്റ് ജങ്ക് ഫുഡ്സ് എന്തെങ്കിലും കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും തുറന്നു വെച്ച് ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്ന് അത് മുഴുവൻ. ഇപ്പൊ ജോലി ചെയ്യുന്ന അമ്മയാണെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് പൈസ കൊടുത്തിട്ട് വൈകിട്ട് എവിടെയെങ്കിലും കഴിച്ചോളാൻ പറയുന്നു. ഇനി അങ്ങനെ അല്ലെങ്കിൽ അമ്മ പാട്ടക്കകത്ത് വെച്ചിരിക്കുന്ന സാധനമായിട്ട് TV ഇത് ഓൺ ചെയ്തിട്ട് വെച്ച് സെറ്റിയെ കയറി ഇങ്ങനെ ഇരിക്കുക, ബ്രോയിലർ ചിക്കൻ ഇരിക്കുന്ന പോലെ. ആ കുട്ടി തിന്നുന്ന ആ സാധനങ്ങളിലൂടെ അതിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന കെമിക്കലുകളൊക്കെയാണ് അവന്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ അളവ് പരിധി കൂടുതൽ അത് കഴിക്കുകയും ചെയ്യും. അങ്ങനെ TV കണ്ടിരിക്കുമ്പോൾ ഒത്തിരി കഴിക്കും. അല്ലെ ഭയങ്കര ദേഷ്യമാണ് ഈ പിള്ളേർക്ക്. അവർ കഴിക്കുന്ന ആഹാരമായിട്ട് അതിന് ബന്ധമുണ്ട്. ആ സമയത്ത് ഒരു കാപ്പി കുടിച്ചിട്ട് വെളിയിലിറങ്ങി കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയിരുന്നെങ്കിൽ അത്രയെങ്കിലും ആരോഗ്യം. തീർച്ചയായിട്ടും. ഇല്ല, നമ്മൾ അങ്ങനെ പിള്ളേരെ കളിക്കാൻ വിടുന്നില്ല. ഇപ്പം അകത്തോട്ട് കയറുക പിള്ളേർ. ഇപ്പോൾ ഈ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവര് ആഹാരം എന്ന് പറയുന്നതിന് വീട്ടിൽ നിന്ന് ഔട്ടിങ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ വീക്കെൻഡ്സും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഈ പിള്ളേർക്ക് ഇഷ്ടം പുറത്തെ ഫുഡാണ്.
അവർ കാണുന്നത് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി. പുറത്ത് ഫുഡ് വേണ്ടെന്നോ കഴിക്കേണ്ടെന്നോ അല്ല, അത് മാസത്തിലോ എന്നൊക്കെ നമുക്ക് ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കാം. പക്ഷെ സ്ഥിരമായിട്ട് പിള്ളേർ അതാകുമ്പോഴത്തേക്ക് അവരുടെ ടേസ്റ്റ് അങ്ങ് മാറുകയാണ്, അവർക്ക് അതിനോട് മാത്രമാകും ഇഷ്ടം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കത് ദോഷമായിട്ട് വരികയാണ്. ഇനി കുട്ടികളിൽ നിന്ന് നമുക്ക് യുവജനങ്ങളിലേക്ക് പോവാം. ഒരു കത്തുണ്ട്. ഞാനും ഭർത്താവും IT പ്രൊഫഷണൽസ് ആണ്, കുട്ടികളായിട്ടില്ല. പലപ്പോഴും ഞങ്ങൾക്ക് ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റ് മാറി മാറി വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഭർത്താവിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും സാധിക്കാറില്ല. ഞങ്ങൾക്ക് പ്രായോഗികമായ ഒരു ഭക്ഷണക്രമം ഉണ്ടാക്കാൻ എങ്ങനെ കഴിയും? ഇവര് ഒരാൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇവരുടെ സാഹചര്യങ്ങൾ മാത്രമല്ല, അത് ഇഷ്ടം കൂടിയുണ്ട് ഉണ്ട്. അപ്പോൾ ഭർത്താവിന് ഏത് ഫുഡാണ് ഇഷ്ടമുള്ളതെന്നുള്ളത് ഭാര്യ ഒന്ന് നോക്കി മനസ്സിലാക്കി ഭാര്യ ഇച്ചിരി പരീക്ഷണങ്ങൾക്കൊക്കെ തയ്യാറാകുന്ന നല്ലതാണ്. ഭർത്താവിന് ഇഷ്ടമുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ പുറത്തെ ഫുഡ് അത്രയും ആരോഗ്യകരമല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പുള്ളിക്ക് സാധിക്കും. ഭാര്യയ്ക്ക് കുക്കിങ്ങിനോട് താല്പര്യം ഉണ്ടാവണം, അല്ലാതെ അകത്ത് കിട്ടത്തില്ലല്ലോ. പല പല ഭാര്യമാർക്കും ഈ കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. പിന്നെ അവരുടെ പ്രൊഫഷൻ ആയിരിക്കും ഒന്ന്, രണ്ടുപേരും IT പ്രൊഫഷൻ, അതെ, അതൊരു കാര്യമാണ്. പക്ഷെ എന്നാലും അവധി ദിവസങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാം. ഇപ്പം ഫ്രിഡ്ജിനകത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി, ഇപ്പം ഫിഷ് ആണെങ്കിലും നമുക്ക് അരച്ച് പുരട്ടി വറക്കാൻ പാകത്തിന് പല ഡിഷസ് പാത്രങ്ങളിലാക്കി വെക്കാം. ചിക്കൻ ആണെങ്കിൽ അല്ലെങ്കിൽ ബീഫ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാം. ഇല്ല പച്ചക്കറികളാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സാധനങ്ങളുണ്ടല്ലോ, സാലഡ്സ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാമല്ലോ. പക്ഷെ അങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ശീലിക്കണം. എനിക്ക് തോന്നുന്നു പൊതുവെ ആണുങ്ങള് ലഞ്ച് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സ്വഭാവക്കാരല്ല, അവർക്ക് അതിനോട് വലിയ താല്പര്യവും ഇല്ല. വളരെ ചുരുക്കം പേരെ ലഞ്ച് കൊണ്ടുപോകുന്നതായിട്ടും ജോലി സ്ഥലത്തിരുന്ന് കഴിക്കും. അതെനിക്ക് തോന്നുന്നത് അത് ചെറുപ്പം മുതലുള്ള ശീലമായതുകൊണ്ടാണ്. വളരെ ലോങ് ഒക്കെ പോകുന്നവർ, പിന്നെ വണ്ടിക്കകത്ത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് പോകുന്നവരെ എനിക്കറിയാം, പുറത്തുനിന്ന് കഴിക്കാത്തവരെ എനിക്കറിയാം. പക്ഷേ നമ്മുടെ ശീലങ്ങൾ മാറ്റുക. ഈ ചെറുപ്പക്കാർക്ക് ഈ പിന്നെ പലർക്കും ഉണ്ടല്ലോ ഒരു നേരമൊക്കെ ആഹാരമുള്ളൂ. മോർണിംഗ് അവർ എഴുന്നേൽക്കുന്നില്ല. അവരെഴുന്നേൽക്കുന്നത് 10 മണി 11 മണി എപ്പോഴത്തെ ചെറുപ്പക്കാർ. എന്നിട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ബ്രഞ്ച് എന്നും പറഞ്ഞ ഇടയ്ക്ക് ഒരെണ്ണമാണ്. അതങ്ങ് വേണ്ടതും വേണ്ടാത്ത എല്ലാം കഴിക്കും, ഒരൊറ്റ കഴിപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കഴിക്കുന്നുണ്ടല്ലോ ചിലപ്പോൾ ഒരു നേരം ഉള്ളായിരിക്കും. അപ്പോൾ പണ്ടത്തെ നമ്മുടെ രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, വൈകിട്ട് കഴിച്ചു, ആ രീതിയൊക്കെ മാറി. ചെറുപ്പക്കാരുടെ ഫുഡ് ഹാബിറ്റ്സിൽ അങ്ങനെ ഒരു സാധനം കാണുന്നില്ല. പിന്നെ ഈ എനർജി തരുന്ന എനർജി ഡ്രിങ്ക്സ് ചെറുപ്പക്കാരുടെ ഒരു വലിയ കുഴപ്പമാണ്. പെട്ടെന്ന് എനർജി ഉണ്ടാകാൻ വേണ്ടിയുള്ള കിട്ടുന്ന സാധനങ്ങളുണ്ട്, അത് കഴിക്കും. എന്നിട്ട് എനർജി ആയെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതൊരു താൽക്കാലിക സംഭവം മാത്രമാണ്. അവർക്ക് സ്ഥായിയായിട്ട് അതിനുകൊണ്ട് ഒരു എനർജി കിട്ടുന്നില്ല. അത് ഈ പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ യുവജനങ്ങളുടെ രോഗങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു പല അസ്വസ്ഥതകളുടെ കുറിച്ചും അവർ തന്നെ മനസ്സിലാക്കാതെ നമുക്ക് സാധിക്കത്തില്ല. മുതിർന്ന തലമുറയ്ക്ക് ഇപ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് പുറകെ പൊതിഞ്ഞു കെട്ടി കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അതുപോലെ പെൺകുട്ടികൾ, പ്രത്യേകിച്ചും അമ്മമാരാകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ട പെൺകുട്ടികൾ, ഇവരും ഏകദേശം ആദ്യമേ അടുക്കള കയറാൻ പഠിക്കണം, തന്നെ കുക്ക് ചെയ്യാൻ പഠിക്കണം, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഭക്ഷണത്തിന് പകരം നിൽക്കാൻ വേറൊന്നും ആകത്തില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് തീരുമാനം എടുക്കണം. പക്ഷേ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം പരീക്ഷണങ്ങളാണ് ഇഷ്ടം, എല്ലാം പുതിയത് പരീക്ഷിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ സ്ഥിരം ഒരു സ്ഥലത്ത് പോയി കഴിക്കാനല്ല അവർക്കിഷ്ടം. യുവജനങ്ങളോട് ചോദിച്ചാൽ നാട്ടിലെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഇങ്ങനെ അവർ അത് കണ്ടുപിടിച്ച് വെക്കും. അതിനുവേണ്ടി എത്ര ദൂരം ഡ്രൈവ് ചെയ്യാനോ എത്ര പൈസ ചിലവാക്കാനോ അവർക്ക് മടിയില്ല. അവർ അതിങ്ങനെ എന്താ പറയുക, ടേസ്റ്റുകൾ നോക്കി മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ വയറ് കുളമാകുന്നുണ്ട്. നമ്മൾ ഈ കഴിക്കുന്ന കളറും ഇതെല്ലാം നമ്മുടെ കുടലിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്, അൾസർ വരുന്നുണ്ട്. ഇതൊന്നും പെട്ടെന്ന് അവരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആരോഗ്യമുള്ള പ്രായത്തിൽ അവർക്ക് എന്തും ദഹിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് ഇവർ ഇതിനെക്കുറിച്ച് വിഷമങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഒരു നല്ല ഭക്ഷണശീലം, ഒരു ഭക്ഷണക്രമം, അവർക്കൊരു ജീവിതക്രമം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ആൺകുട്ടികളാണെങ്കിലും തന്നെ കുക്ക് ചെയ്യാൻ പഠിക്കുന്ന. ഇപ്പോൾ വിദേശത്തൊക്കെ അവർ പുറത്തുനിന്ന് നല്ല കഴിക്കുന്നത്, അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. പിന്നെ സെമി കുക്ക്ഡ് ഫുഡ്സൊക്കെ അവർക്ക് ഒത്തിരി കിട്ടും, എന്നാൽ പോലും അവർ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നു. അല്ലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് അവർ അത് കഴിക്കുന്നു. അല്ലെ 2 മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുന്നു. നമ്മൾ കഴിക്കുന്ന പോലെ ചീസ് ബട്ടർ അങ്ങനെ നമ്മളങ്ങനെ അല്ലല്ലോ. നമ്മുടെ ആഹാരം വളരെ കൂടുതലാണ് നമ്മൾ കഴിക്കുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ഒത്തിരി ചിക്കനൊക്കെ ആണെങ്കിൽ വളരെ ഈ റോഡ് സൈഡിലൊക്കെ ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ ധാരാളം കഴിക്കുന്നുണ്ട്. ആ ഭക്ഷണ രീതികൾ അവരെ ഒരിക്കലും ആരോഗ്യമുള്ളവരായിട്ട് സൂക്ഷിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആയുർവേദത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം
ആഹാരം ഏത് തരത്തിലുള്ളതാണോ അത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്താ അഭിപ്രായം? ആഹാരവും സ്വഭാവവും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. വെജിറ്റേറിയൻ മാത്രം കഴിച്ചിരുന്ന നമ്മുടെ പിന്നെ പണ്ടത്തെ സന്യാസിമാര്, മുനിമാര്, അവരുടെ ആ ശാന്തത, അവരുടെ പ്രത്യേക പവർ, അവർക്കൊരു പ്രത്യേക ഒരു എനർജി ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക പവർ ഉണ്ടായിരുന്നു. അത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്ക് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പൊന്നും അടിഞ്ഞു കൂടത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആ ഒരു സ്പിരിച്വാലിറ്റി, ഒരു ആത്മീയത ഉണ്ടാവും. ഫുഡ് ഹാബിറ്റ്സും ആത്മീയതയും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വിദേശികൾ നമ്മുടെ നാട്ടിൽ വന്ന് പഠിക്കുന്നത് നമ്മുടെ ഈ കഞ്ഞിയും പയറും അല്ലെങ്കിൽ നമ്മുടെ പഴയ ജീവിത രീതികൾ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ഭാരത സംസ്കാരത്തിൻ്റെ ആത്മീയതയുടെ കാരണമെന്ന് അവർ പഠിച്ചിട്ട് അതെങ്ങനെ സാധിച്ചെടുക്കാമെന്ന് അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിവിടെ നേരെ തിരിച്ച അവരുപയോഗിച്ച് കളഞ്ഞത് പലതും നമ്മളിവിടെ പരിഷ്കാരമായിട്ടെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ഒരു പക്ഷേ നമ്മൾക്കിപ്പോൾ സമയമില്ല, ഒന്നിനും കുക്ക് ചെയ്യാൻ സമയമില്ല. അടുക്കളയിൽ പണ്ട് നമ്മുടെ സ്ത്രീകൾ എത്രയോ മണിക്കൂറുകളാണ് അടുക്കളയിൽ ചിലവഴിച്ചിരുന്നത്. ഇപ്പം നമ്മൾ അടുക്കളയിൽ ചിലവഴിക്കുന്നില്ല. വളരെ കുറച്ച് സമയം അടുക്കളയിൽ ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ചെറുപ്പം മുതലേ പിള്ളേർ ഭക്ഷണം കഴിക്കുമ്പോൾ ടി വിയുടെ മുന്നിൽ, കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ അത് ആ ഒരു സംസ്കാരം അമ്മമാരും അപ്പന്മാരും മാറ്റിയെടുക്കണം. അവരാ ഫുഡ് എൻജോയ് ചെയ്യുന്നില്ല, എന്താന്ന് ഒരിക്കലും ടി വിയുടെ മുന്നിലോ അങ്ങനെയുള്ള സ്ഥലത്തോ ഇരുന്ന് ഫുഡ് കഴിക്കാൻ കുട്ടികൾ അനുവദിക്കരുത്. ആ ഡൈനിങ് റൂം എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് കഴിക്കാനല്ല, എല്ലാവരും കൂടെ വട്ടത്തിൽ ഇരിക്കാനുള്ള ഒരു സ്ഥലം. ഇപ്പൊ ഈ മോഡേൺ കിച്ചൺ എന്ന ആശയം വന്നപ്പോൾ അടുക്കളയിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാൻ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അടുക്കളകൾ പോലും ഉണ്ടാക്കുന്നത്. പണ്ട് നമ്മൾ കൊരണ്ടിയും പലകയൊക്കെ ഇട്ട് നിലത്തിരുന്ന് കഴിച്ചിരുന്നപ്പോൾ വീട്ടിൽ എല്ലാവരും കൂടെ അടുക്കളയിൽ ഒരുമിച്ച് കൂടുക, അതൊരു കുടുംബ സമ്മേളനമാണ്. അപ്പോൾ ഡൈനിങ് റൂം എന്ന് പറയുന്ന ഒരു കുടുംബ സദസ്സ് ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലമാണ്. ആ ഡൈനിങ് റൂമിൽ ഇരുന്ന് എല്ലാവരും കൂടെ ആഹാരം കഴിച്ച് അത് ഉള്ളതെല്ലാം തീർക്കുക, അവിടെ ഉള്ളത് മുഴുവൻ എടുത്ത് വെച്ച്. നമ്മുടെ സംസ്കാരം അങ്ങനെയായിരുന്നു. കാരണം ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുന്നില്ല പിറ്റേ ദിവസത്തേക്ക്. ഇപ്പം നമ്മൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് മിച്ചം വരുന്ന എടുത്ത് വെക്കുന്നു, നാളെ ഇത് എടുക്കുന്നു, നാളെ ഇത് മിച്ചം വരികയാണെങ്കിൽ നാളെ കഴിഞ്ഞ് അത് എടുക്കുന്നു. +2-നൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ പുറകെ അമ്മ ഇങ്ങനെ നടക്കുകയാണ്, ഇതുകൂടെ കഴിച്ചിട്ട് പോകും, ഇതുകൂടെ കഴിച്ചിട്ട് പോകും. എന്നിട്ട് പറയുന്നത് അവനൊന്നും കഴിക്കത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ട്രെയിനിൽ ഒരമ്മ, 4 പിള്ളേരുണ്ട്. അവർ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കുന്ന സമയമായപ്പോൾ ഇത് ബോക്സ് തുറന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ ഓരോ ചിക്കൻ്റെ കാല് കൊടുത്തത്. അപ്പോൾ ഇളയ കൊച്ച് എല്ലാവരും അത് കടിച്ചു വലിക്കുന്നുണ്ട്. ഇളയ കൊച്ച് മാത്രം ഇത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മ മടിയിലോട്ട് ഇരുത്തിയിട്ട് ഈ കൊച്ചിനെ മരുന്ന് കൊടുക്കുന്ന പോലെ, നമ്മൾ മരുന്ന് കൊടുക്കാനായിട്ട് പൂട്ടത്തില്ലേ, എന്നിട്ട് ഇത് പിച്ചിക്കറിൻ്റെ വായിലോട്ട് വെച്ചിട്ട് അമ്മ ഇങ്ങനെ പൊത്തിയിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു വിഷമം, ഈ കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി കൊച്ചിനെ ഇത് കഴിപ്പിക്കുന്നത്? അവൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, സാരില്ല, അവൻ ആവശ്യപ്പെടട്ടെ. കുട്ടി ആവശ്യപ്പെടും നിങ്ങളോട് വിശക്കുന്നെന്ന്, അതിന് നിങ്ങളൊരു സമയം കൊടുക്കുക. അന്നേരം പറഞ്ഞു, ഇല്ല അങ്ങനെ കഴിച്ചാൽ ഇവനൊന്നും കഴിക്കത്തില്ല, ഇവൻ എന്നോട് ഇത് ചോദിക്കത്തേ ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ആ കൊച്ച് ചോദിക്കുമ്പോൾ കൊടുത്തേച്ചാൽ മതി, അവൻ ആവശ്യമുള്ളത് അവൻ ചോദിക്കും. അപ്പം ഇത് അമ്മമാരുടെ ഒരു പ്രശ്നമാണ്. അപ്പം ഇന്നൊന്നും കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ ചിക്കൻ്റെ കാല് 2 വലിച്ച് കടിച്ച് തിന്ന കൊച്ചു ഒന്നും കഴിച്ചിട്ടില്ലെന്നാണ് അമ്മ പറയുന്നത്. അപ്പം അമ്മമാരുടെ കുഴപ്പമാണ്. അപ്പോൾ ചെറുപ്പം മുതലേ നല്ലൊരു ഫുഡ് ഹാബിറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പം അന്നേരം അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം നിർബന്ധം വയ്ക്കണം. നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക്, കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് വേണ്ട ഒരു ഫുഡുണ്ട്. അത് വിദേശികൾ കഴിക്കുന്നതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ കാലാവസ്ഥ വ്യത്യാസമുള്ള കാലാവസ്ഥയാണ്. അവരുടെ തണുപ്പിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയല്ല നമ്മുടേത്. ഇവിടെ ചൂടും മഴയും തണുപ്പും മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഫുഡ് ഹാബിറ്റ്സ് അല്ല അവർ കഴിക്കുന്നതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ചോറ് വേണം, നമുക്ക് അത്യാവശ്യം നമ്മുടെ പച്ചക്കറികൾ വേണം, അത്യാവശ്യം പാലും തൈരും മോരും എല്ലാം നമുക്ക് വേണം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക്, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കണം. പണ്ടത്തെ അതിനൊരു പഴമയിലേക്ക് പോകുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സംസ്കാരം ഇവിടെ വരുന്നുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കണം, വിഷമുള്ള വളവിട്ടത് കഴിക്കരുത്. അങ്ങനെ നമുക്കിപ്പോൾ ഒരു മാധ്യമങ്ങളും പത്രങ്ങളും വഴിയല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒത്തിരി നല്ലതാണ്. പണ്ട് നമ്മുടെ വീടുകളിൽ അങ്ങനെ ആയിരുന്നല്ലോ. അമ്മ തൊടിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് കറി വെക്കുന്നത് മാത്രമാണ് നമ്മൾ കഴിച്ചിരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കണ്ടത്തിയിൽ നെല്ല് വിളയിച്ചിട്ട് അത് പുഴുങ്ങി, നമ്മുടെ നിലവറയിൽ നിന്ന് നെല്ലെടുത്ത് പുഴുങ്ങി ഉണങ്ങി, അങ്ങനത്തെ സംസ്കാരം. അല്ലെങ്കിൽ അതൊരു 10-35 വർഷം മുമ്പ് വരെ അങ്ങനെയായിരുന്നു. ഞാനൊക്കെ കല്യാണം കഴിക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. വീട്ടിൽ തന്നെ അരി ഇടിച്ചു പൊടിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾ, ആ ഒരു ആരോഗ്യം. അതുകൊണ്ടാണ് ഇത്രയും പഴയ മനുഷ്യർക്ക് ആരോഗ്യം ഉണ്ടെന്ന് പറയുന്നത്.
അപ്പൊ ഇന്ന് നമുക്ക് അതിലേക്കൊന്ന് തിരിച്ചു പോകാനായിട്ട് പുറത്തുനിന്ന് ഈ ബേക്കറി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും മനസ്സിലാക്കുന്നില്ല, ഉണ്ടാക്കി അതേ എണ്ണയിൽ തന്നെയും പിന്നെയും വറുത്ത് കോരിയാണ് ഇത് ഉണ്ടാക്കി അതെ, അങ്ങനെ ആവണമെന്ന് പോലും ഇല്ല കേട്ടോ. ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ പോലും അത് നമ്മളിൽ ചില ടേസ്റ്റ് ഉണ്ടാക്കുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഇഷ്ടം, അതിനകത്തൊരു അഡിക്ഷൻ വരുന്നു, ഒരു അഡിക്ഷൻ വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് ദോഷകരമാണ്. അല്ല, ഒന്ന് കഴിച്ചിട്ട് ഇട്ടിട്ട് പോകുകയല്ലല്ലോ നമ്മൾ. പണ്ട് നമ്മുടെ വീട്ടിൽ ഈത്തക്കയൊക്കെ വറുത്ത് നമ്മുടെ പറമ്പിലെ കൊല വറുത്ത് വലിയ ഭരണിക്കകത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു. നമുക്കത് വല്ലപ്പോഴും ഇച്ചിരി എടുത്ത് തരും, അത് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതങ്ങനല്ലല്ലോ, പാക്കറ്റോടെ പാത്രത്തോടെ കിട്ടുക. അബൻഡൻസ്, ധാരാളിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നം. എല്ലാം ധാരാളമുണ്ട്. ഫുഡിനൊന്നും നമ്മുടെ ആൾക്കാർ അത്ര വിഷമിക്കുന്നില്ല. ഇല്ലാത്തവനോ ഉള്ളവനോ തമ്മിൽ ഒട്ടും വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു എന്താ പറയുക, ധാരാളിത്തം ഒത്തിരിയേറെ ഭക്ഷണത്തിലാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഭക്ഷണം നല്ലത് കഴിക്കണം, ആരോഗ്യത്തിന് അത് ആവശ്യമാണ്. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുള്ളത്. ആരോഗ്യമുള്ള മനസ്സുണ്ടാവണമെങ്കിൽ നമുക്ക് ഒരു ജീവിതക്രമം ഭക്ഷണത്തിനുണ്ടാവുക. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് നമുക്ക് കഴിക്കേണ്ട സമയങ്ങളുണ്ട്. എല്ലാം കൂടെ ഒരു നേരം കഴിച്ചാൽ പോരാ. അപ്പം അതുപോലെ തന്നെ യൂത്തിനോട് പറയാനുള്ളത്, വീട്ടിനുള്ളിൽ അമ്മ തരുന്ന ഭക്ഷണത്തിനുള്ള രുചി, അമ്മ തരുന്ന ഭക്ഷണത്തിനകത്ത് വിഷം കാണത്തില്ല, അമ്മ തരുന്നതിനകത്ത് സ്നേഹം ഉണ്ടാകും, സ്നേഹം ഇട്ടാ തരുന്നത്. ആ ഭക്ഷണം കഴിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് ഫുഡ് വല്ലപ്പോഴും ഒക്കെ കൂട്ടുകൂടുമ്പോൾ കഴിക്കാം. പക്ഷെ കൊച്ചു കുട്ടികൾ പോലും ഇപ്പോൾ ബർത്ത്ഡേയ്സോ അങ്ങനെയുള്ള വിശേഷങ്ങളോ വരുമ്പോഴത്തേക്ക് ഹോട്ടലിൽ പോയി വലിയ പാർട്ടികൾ നടത്തുന്ന സംസ്കാരം, പേരൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. വീട്ടിലോട്ട് വിളിച്ച് കൂട്ടുകാരെ വരുത്തിക്കോ, അമ്മ ഉണ്ടാക്കി കൂട്ടുകാർക്ക് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വീടിനോട് കൂടുതൽ അടുക്കാൻ, വീട്ടിലെ ഭക്ഷണ മുറിയും ഭക്ഷണ മേശയും ഒക്കെ യുവജനങ്ങളെയും എല്ലാവരെയും സഹായിക്കണം. അടുക്കള എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും അവകാശപ്പെട്ടതല്ലാതെ പെണ്ണിന് മാത്രം അടുക്കളയും അങ്ങനെ വേണ്ട. ഇപ്പം രണ്ടുപേരും ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഒരുമിച്ച് കുക്ക് ചെയ്യാനും ഒരുമിച്ച് ഭക്ഷിക്കാനും ഒക്കെ ആ കുടുംബം ഒരു രസകരമായി കൊണ്ടുപോകാൻ അവരെ കൊണ്ട് അത് സാധിപ്പിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മനസ്സും ശരീരവും ദേവാലയമാണ്. നല്ല ഭക്ഷണശീലത്തോടെ നമ്മുടെ ശരീരവും ഒരു ദേവാലയമാക്കി മാറ്റണം. നല്ല ഭക്ഷണക്രമം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. യുവജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു ഭക്ഷണക്രമം ചെറുപ്പം മുതലേ നേടിയെടുക്കാൻ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ പരിപാടിയെക്കുറിച്ച് എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിഷയം കാണാം. അതുവരേക്കും നന്ദി.